ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ഈസ്റ്റർ, പെസഹ, ദുഃഖവെള്ളി തുടങ്ങി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഈസ്റ്ററിൻ്റെയും പെസഹയുടെയും പിന്നെന്താ ദുഃഖവെള്ളി എല്ലാത്തിൻ്റെ ആശംസകൾ അറിയിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നമുക്കൊരു ബോഡി പാക്കുമായിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ കാരണം എന്താണെന്നോ, നമ്മളൊരു 40 വയസ്സിന് ശേഷം പലരും നമ്മൾ മുഖം മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ, അങ്ങനെ ബോഡി നമ്മൾ കെയർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിലവരെ സംബന്ധിച്ച് ചില കറുത്ത പാടുകൾ ചില സ്ഥലത്ത് വരും, വെളുത്ത പാടുകൾ വരും, പിന്നെ ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവും, പിന്നെന്താ ഡ്രൈ ആവും സ്കിൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇതിനൊരു 40 വയസ്സ് തുടങ്ങി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കിന്നിൻ്റെ മിനുസവും അതുപോലെ ആ തിളക്കമൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത പിന്നെ ഡിസ്കളറേഷനൊക്കെ ഒന്നും വരാതെയൊക്കെ ഇരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ബോഡി പാക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഞാൻ ഇതിന് മുന്നേ ഒരു പാക്ക് ഇട്ടിരുന്നു കേട്ടോ, ഈ പുളി വെച്ചിട്ട് വാളംപുളി വെച്ചിട്ട് അത് നന്നായിട്ട് ഓടി എല്ലാവർക്കും ഭയങ്കര നല്ല റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരുന്നു കേട്ടോ. അതല്ല, ഇത് നമുക്ക് ഇങ്ങനെ ഈ പ്രായമാകുമ്പോൾ നമ്മളിൽ സ്കിന്നിലുണ്ടാവുന്ന ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ ബ്രൈറ്റ്നെസ് പോകാതിരിക്കുന്നതിനും, അങ്ങനെ പിന്നെ ചിലർക്ക് ഈ സോറിയാസിസ് അതുപോലെയുള്ള അസുഖങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എക്സിമ പോലുള്ള അസുഖങ്ങൾ, സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതിനാണ് നമ്മൾ ഈ പാക്ക് അല്ലെങ്കിൽ പൗഡർ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത്, ഇതിൻ്റെ ബേസ് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് എന്ന് പറയുമ്പോൾ നിറയെ പിന്നെ omega-3 ഫാറ്റി ആസിഡ്സാണ്. ഇത് നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ എപ്പോഴും ആ സ്കിന്നിലെ ഈർപ്പത്തിനെ നിലനിർത്തുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ഫാറ്റി ആസിഡ്സുകളും എല്ലാം നമ്മുടെ ഈ വാർദ്ധക്യ സംബന്ധമായ ഡിസ്കളറേഷനും ചുളിവുകളും അങ്ങനെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ നമുക്കൊന്ന് മാറ്റാനല്ല, അതിനൊന്ന് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നതിനും വരാതിരിക്കുന്നതിനും ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൽ പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഈ എന്താ പറഞ്ഞാൽ ആഗ്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിമ, സോറിയാസിസ് മൂലം ഉണ്ടാകുന്ന നീർവീക്കങ്ങളും ചൊറിച്ചലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ആ നീർവീക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ ഇത് നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്. എക്സ്ഫോലിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ, ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് 2 ആഴ്ച കൂടണ്ട, അതിന് മുന്നേ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സ്കിൻ പോയി പുതിയ സ്കിൻ നമുക്ക് വന്നിരിക്കും. അപ്പോൾ ഇത് വരുന്ന സ്കിൻ, പോകുന്ന സ്കിൻ മൊത്തം പോയി, ആ ഡെഡ് സ്കിന്നെല്ലാം മൊത്തം പോയി പുതിയ നല്ല സ്കിൻ വരുന്നതിനും ആ വരുന്ന സ്കിന്നിന് തിളക്കം കിട്ടുന്നതിനും നല്ല ആരോഗ്യം കിട്ടുന്നതിനും എല്ലാത്തിനും ഇത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ സ്കിന്നിലെ സെൽസിൽ വരുന്ന ഡാമേജുകൾ കേട്ടോ, പല ഡാമേജുകൾ വരും. അപ്പോൾ അതിനെല്ലാം റിപ്പയർ ചെയ്യുന്നതിനും ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുണം. ഇനി നമുക്ക് വേണ്ടത് ബദാം പരിപ്പാണ്. ബദാം പരിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്, ഇ ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒത്തിരി ഞാൻ ഓൾറെഡി 2-3 വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. നമ്മുടെ ജലാംശം നഷ്ടപ്പെടാതെ നല്ലതാണ്, നഷ്ടപ്പെടാതിരിക്കുന്നതിന് നല്ലതാണ്. പിന്നെ എല്ലാത്തിലും ഉപരി നമ്മുടെ കൺതടങ്ങളിലുണ്ടാവുന്ന കറുപ്പ്, അതുപോലെ പിന്നെ പിഗ്മെൻറ്റേഷൻ, പിന്നെ കറുത്ത പാടുകൾ, പിന്നെ സ്കിൻ ടോൺ ഈവൺ ആക്കുന്നതിന്, ഇങ്ങനെ തുടങ്ങി ഒത്തിരി ഗുണങ്ങൾ ഇതിന് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും ഇയും അതുപോലെയുള്ള മറ്റ് വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുന്നതിന് കേട്ടോ, സോഫ്റ്റ് ആക്കുന്നതിന്, നല്ല പിന്നെ ബ്രൈറ്റ് ആവുന്നതിനും ഈ ബദാം പരിപ്പ് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുക. ഫ്ലാക്സ് സീഡ് എടുത്ത് ഒരു 10 ബദാം പരിപ്പ് എടുക്കുക. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അത് പൊടിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് തൈര്
കേട്ടോ, പാല്, റോസ് വാട്ടർ, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരീരത്തിലും മുഖത്തും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം മുഖത്ത് ആ കൺതടങ്ങളിലെ കറുപ്പും പഫിനെസ്സും ഒക്കെ പോകുന്നതിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ദേഹം എല്ലാം അങ്ങോട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതാണ് പിന്നെ ബോഡി പാക്ക്. ഇനി ഈ പാക്കിൽ നമുക്കുണ്ടല്ലോ വേറെ പലതും ചേർക്കാം കേട്ടോ, പല പൗഡറുകളും ചേർക്കാം. നമ്മൾക്ക് ഇതിനെ ഒന്നും കൂടെ എന്താ പറയുക, ബൂസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒന്നും കൂടെ ഇതിനകത്ത് വൈറ്റമിൻസൊക്കെ കൂടുന്നതിനും ഒക്കെ നമുക്കിതിൽ പിന്നെ ചെറുപയർ പൊടി, ഗ്രീൻ ഗ്രാം പൗഡർ ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്നോ, ഡെഡ് സ്കിൻ പെട്ടെന്ന് പോവും. ഇത് വെച്ച് ഉരച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്ത് വെക്കണേ. ഇത് നന്നായിട്ട് പിന്നെ ഡെഡ് സ്കിൻ പോകുന്നതിനും സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. പിന്നെ എടുത്തു പറയേണ്ട എന്താണെന്നോ, ഈ ഇരുനിറക്കാർക്ക് കേട്ടോ, ഇരുനിറക്കാർക്ക് പെട്ടെന്ന് ബ്രൈറ്റ് ആവുന്നതിന് ഈ ഗ്രീൻ ഗ്രാം പൗഡർ, അതായത് ചെറുപയർ, വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ സ്കിന്നിന് തിളക്കം കിട്ടും. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ ഫ്ലാക്സ് സീഡിൻ്റെയും പിന്നെ ബദാം പരിപ്പിൻ്റെയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ UV റേസിനെ തടയുന്നതിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഇത് പൊടിച്ചതിലേക്ക് 1 സ്പൂൺ ചെറുപയറും പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് പാലിലോ തേനിലോ പിന്നെ റോസ് വാട്ടറിലോ ഒക്കെ, തേനല്ല കേട്ടോ, തേൻ നമുക്ക് ഒഴിക്കാം കേട്ടോ വേണമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ അത് എന്തും വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഈ പൗഡറിൽ ഇത് നമുക്ക് മിക്സ് ചെയ്ത് മുഖത്തും ശരീരം ആസകലം തേച്ച് പിടിപ്പിച്ച് കുളിക്കാം. ഓക്കെ. ഇനി ചെറുപയർ പൊടി ഇപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും അത് കാണില്ല അല്ലേ, മിക്കവാറും എല്ലാ വീട്ടിലും കടലമാവ് കാണുമല്ലോ. കടലമാവും നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ പിന്നെ അല്ല 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡറും 1 സ്പൂൺ അത് മിക്സ് ചെയ്തത് കേട്ടോ. നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണല്ലോ അടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ അത് 2 സ്പൂൺ എടുക്കുക. 2 സ്പൂൺ കടലമാവ് പൗഡറും കൂടെ എടുത്ത് നന്നായിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ട് പാലിലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് ദേഹത്തും മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഈ കടലമാവ് എന്ന് പറയുമ്പോൾ ഇത് നേരത്തെ ഞാൻ പിന്നെ നമ്മുടെ ചെറുപയർ പൊടിക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും മിക്കവാറും നമ്മൾ ഇപ്പോൾ കുളിക്കാനായിട്ട് എല്ലാവരും പറയുന്നത് കടലമാവാണല്ലേ. എല്ലാവർക്കും പറയാം, കുറേ ബ്രൈറ്റ് ആവുന്നതിനും സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ കടലമാവ്. അതുകൊണ്ട് കടലമാവ്, ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലമാവ് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് ബദാം പരിപ്പും കൂടെ മാത്രം മതി, അതിൻ്റെ പൗഡർ മാത്രം മതി. ഇനി ഇത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് ആഡ് ചെയ്യാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറുപയർ പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറേ കൂടെ ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ പൊടിയാവും, അപ്പോൾ നമ്മുടെ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിക്കുന്നതിനും ഒക്കത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ബോഡി പാക്ക്, ബാത്ത് പൗഡർ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അധികം ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസമോ 1 ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കുളിക്കാം. പിന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.